കഴിഞ്ഞ കുറെ നാളുകളായി ലോക ചരിത്രത്തിലെ ഡിക്റ്റേറ്റർമാരെ കുറിച്ച്, പ്രത്യേകിച്ച് ഹിറ്റ്ലറിനെ കുറിച്ച്, ഇന്ത്യയിലെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് ഞാൻ റിസർച്ച് നടത്തി വരികയായിരുന്നു. ഇതിൽ നിന്ന് കണ്ടെത്തിയത് രണ്ടുപേരും തമ്മിലുള്ള സ്റ്റാർട്ട്ലിംഗ് സിമിലാരിറ്റി ആയിരുന്നു. എന്നാൽ ഇവർ തമ്മിൽ ഒരു കാര്യത്തിൽ മാത്രം ഇതുവരെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. സമീപകാലത്തെ വലിയ മാറ്റത്തെ ആസ്പദമാക്കി താരതമ്യം ചെയ്തപ്പോൾ ആ വ്യത്യാസവും മാറാൻ അധിക സമയം വേണ്ടിവരില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എല്ലാ ഏകാധിപതിമാരുടെയും മേക്കിംഗ് ഒരുപോലെയാണ്. ആദ്യം അവർ ഭൂരിപക്ഷ സമുദായത്തിൽ പ്രൈഡ് ജനിപ്പിക്കും. നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ജനവിഭാഗം, നിങ്ങൾ മൂലമാണ് ലോകത്തിൽ എല്ലാം ഉണ്ടായത്, അതിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം. ഇവർക്ക് ഒരു പ്രൊപ്പഗാൻഡ മന്ത്രിയും ഉണ്ടാവും, ഹിറ്റ്ലറിന് ജോസഫ് ഗീൽബസിനെ പോലെ. मुल्ला, मदरसा और माफिया का सूत्र हाथ में आया. मां, माटी और मानुस की जगह मुल्ला, मदरसा और माफिया का सूत्र. കുറേയധികം ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടവരുമായി ഉണ്ടാവും. അങ്ങനെ വലിയൊരു വിഭാഗം ജനങ്ങളിൽ MD പ്രൈഡ് നിറഞ്ഞു കഴിയുമ്പോൾ രണ്ടാം ഘട്ടം ആരംഭിക്കുകയായി. ഈ ഘട്ടത്തിൽ ഭീതി ജനിപ്പിക്കുക എന്നതാണ് തന്ത്രം. ലോകത്തിലെ ഏറ്റവും മികച്ച ജനവിഭാഗമായ നിങ്ങളുടെ ആ ശക്തി, ആ അജയ്യത അപകടത്തിലാണ്. അതിന് കാരണം മറ്റേ ഈ ജനവിഭാഗമാണ്. तुम उसे छीनने की बात कर रहे हो अपने मैनिफेस्टो में. गोल ले लेंगे, सबको वितरित कर देंगे. और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. घुसपैठियों को बांटेंगे. क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है ये? ലോകം മുഴുവനും നിങ്ങളുടെ നേട്ടത്തിൽ അസൂയ പൂണ്ട് നിങ്ങളെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയാണ്. അതിനാൽ നിങ്ങളെ അവരിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് ശക്തനായ ഒരു രക്ഷകൻ ആവശ്യമാണ്. ആ രക്ഷകൻ ഞാൻ മാത്രമാണ്. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്റെ ജനനം. അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ ഇവരിൽ വലിയ ഭീതി ജനിപ്പിച്ച് അവരുടെ ഏക രക്ഷകനായി അവതരിക്കുന്നു. മോദി ജിന്ദാ ഹൈ, मैं दलितों का आरक्षण, आदिवासियों का आरक्षण, ओबीसी का आरक्षण, मुसलमानों को धर्म के आधार पर नहीं देने दूंगा, नहीं देने दूंगा, नहीं देने दूंगा. ഇതോടെ ഈ ജനവിഭാഗം ഏതാണ്ട് പൂർണ്ണമായി ബ്രെയിൻ വാഷ്ഡ് ആയി കഴിഞ്ഞിരിക്കും. അപ്പോൾ മൂന്നാം ഘട്ടം തുടങ്ങിയായി. നിങ്ങളുടെ വിശ്വാസവുമായി ചേരാത്തവരെല്ലാം രാജ്യദ്രോഹികളാണ്. എന്നെ എതിർക്കുന്നവരെല്ലാം ദേശദ്രോഹികളാണ്. അവരെ നിങ്ങൾ ഏതു മാർഗത്തിലൂടെയും അടിച്ചമർത്തണം. നിങ്ങൾക്ക് അതിന് ഏത് മാർഗവും സ്വീകരിക്കാം. നിങ്ങളുടെ രക്ഷയ്ക്കായാണ് അത്. നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ നോക്കാൻ നിങ്ങളുടെ ശക്തനായ നേതാവായ ഞാനുണ്ട്. എല്ലാ മീഡിയകളെയും വരുതിയിലാക്കും. ഫ്രീ സ്പീച്ച് നിരോധിക്കും. രാഷ്ട്രീയ എതിരാളികളെ ജയിലിലടയ്ക്കും. എതിർക്കുന്നവരെ ഏതു മാർഗത്തിലൂടെയും ഒരു മടിയുമില്ലാതെ അടിച്ചമർത്തും. ഈ ഘട്ടത്തിലാണ് തന്നെ ലോകം മുഴുവൻ ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യുകയാണ് എന്ന മിഥ്യാധാരണ ഈ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവരിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. दुनिया के अंदर हिंदुस्तान का डंका बज रहा है. क्या कारण है? നോക്കൂ, നിങ്ങൾ മാത്രമല്ല ലോകം മുഴുവൻ എന്റെ വാക്കുകൾക്കായി കാതോർക്കുകയാണ്. ലോകത്തിലെ ഏത് കാര്യവും നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും. ഞാൻ വിചാരിച്ചാൽ ലോകത്തിലെ ഏത് യുദ്ധവും നിർത്തിവെക്കാൻ പറ്റും. यहाँ तो आप मुझे मुसलमानों के लेकर के घेर रहते हैं, लेकिन मोदी गाजा में रमजान के महीने में अब मैं इसकी पब्लिसिटी नहीं करता हूँ क्योंकि ഇത് ഈ മണ്ടന്മാരെ വിശ്വസിപ്പിക്കാനായി കൃത്രിമ തെളിവുകൾ നിർമ്മിക്കും. पुतिन से लेके यूक्रेन वाले उनके चेहरे पे देखते रहते हैं कि हमें बताएं, हमें समझाएं, हमारा मार्गदर्शन करें, और वो उनका मार्गदर्शन करते हैं. शायद इसीलिए आज तीसरा विश्व युद्ध नहीं हो रहा है. वो खुलकर बोलते हैं इस पक्ष में कि विश्व में शांति बनी रहनी चाहिए. तो इस तरह की आज भारत की ये जो छवि है कि आज से पहले हमने कभी नहीं देखी. പരിപൂർണമായി ചിന്താശക്തിയും വിവേചന ബുദ്ധിയും നഷ്ടമായ ഈ ജനത ഇയാൾ പറയുന്നത് കണ്ണുമടച്ചു വിശ്വസിക്കും. ഇതിലെ ലോജിക് ഇല്ലായ്മയൊന്നും
അവർക്ക് മനസ്സിലാകുകയില്ല. ഫേസ് 3-ൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവർ പതിയെ സത്യം മനസ്സിലാക്കി തുടങ്ങും. पापा मेरी वहां रुकवा दो, पापा मेरी वहां रुकवा दो, तो टेम्पो रुकवा दो ना, तो पापा टेम्पो रुकवा दे। पापा अगर वो रुकवा सकते हैं तो टेम्पो क्या है रुकवा देने, तो टेम्पो क्यों नहीं रुकवा रहे? पापा टेम्पो रुकवाओ ना, पापा पापा। ഇനിയാണ് 4-ാം ഘട്ടം, പെനൽറ്റിമേറ്റ് ഫേസ്. ഈ ഘട്ടത്തിൽ ലോകം തന്നെ മാതൃകയായി കാണുക മാത്രമല്ല, ലോകത്തിന് മൊത്തം ഞാൻ ഗുരുവായി തീർന്നിരിക്കുകയാണ് എന്ന് ഇവരോട് പറയും. വിശ്വഗുരു. पापुआ न्यू गिनी के प्रधानमंत्री जेम्स मराबे ने उनका स्वागत किया। ये चित्र तो आप सब ने देखा। उसके पहले पापुआ न्यू गिनी के प्रधानमंत्री हमारे राजदूत से बात कर रहे थे और उन्होंने उनसे पूछा कि मैं भारत के प्रधानमंत्री को खाली प्रधानमंत्री नहीं मानता, मेरे लिए वो एक और अतिथि नहीं है, मेरे लिए वो गुरु है, विश्व गुरु। ഈ ഘട്ടത്തിൽ ഇതിന് തെളിവ് പോലും ഈ ജനങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടതില്ല. വെറുതെ എന്തും പറഞ്ഞാൽ മാത്രം മതി, അവർ അതുതന്നെയാണ് സത്യമെന്ന് ഒരു സന്ദേഹവുമില്ലാതെ ഈ ജനം കണ്ണുമടച്ച് വിശ്വസിക്കും. എന്നാൽ ഈ ജനങ്ങളുടെയും രാജ്യത്തെ മറ്റു ജനങ്ങളുടെയും ജീവിതം മുൻപെങ്ങുമില്ലാത്ത വിധം ദുരിതപൂർണമായി മാറിക്കൊണ്ടിരിക്കും. 4-ാം ഫേസിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വലിയൊരു വിഭാഗം യാഥാർത്ഥ്യം തിരിച്ചറിയും. മറ്റു ജനങ്ങൾ ഇത് മനസ്സിലാക്കുമെങ്കിലും എന്താണ് ദുരിതം എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം പോലും പൂർണ്ണമായും നഷ്ടപ്പെട്ട ഇദ്ദേഹത്തിന്റെ അടിമകൾക്ക് ഒരു വ്യത്യാസവും ഫീൽ ചെയ്യില്ല. और जो आजादी मिली है वो 2014 में मिली है. ഈ പെനൽറ്റിമേറ്റ് ഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഫേമസ് ആയ വ്യക്തികളെ കൊണ്ട് താൻ വെറും ഒരു രക്ഷകനോ നേതാവോ വിശ്വഗുരുവോ മാത്രമല്ല, മറിച്ച് ഒരു അവതാരമാണ്, ദൈവത്തിന്റെ അവതാരമാണ് എന്ന് പ്രചരിപ്പിക്കും. എന്നാൽ നേരിട്ട് പറയുകയില്ല. കാരണം മറ്റ് ജനങ്ങൾ സ്വയം വിശ്വസിക്കണം താൻ അവതാരമാണ്, ദൈവമാണ് എന്നൊക്കെ. वो इस देश के लिए जैसे एक अवतार होते हैं, वो हमारे लिए एक अवतार है, वो एक साधारण मनुष्य नहीं है. അതോടെ ഈ അടിമകൾ ഭ്രാന്തൻ അടിമകളായി മാറും. തന്റെ ദൈവത്തെ, അവതാരത്തെ പൂജിക്കാത്തവരെല്ലാം നശിപ്പിക്കപ്പെടേണ്ടവർ ആണ് എന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കും. ഇനി 5-ാം ഘട്ടം, അൾട്ടിമേറ്റ് ഫേസ്. 5-ാം ഫേസിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവർ എല്ലാം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യത്തിൽ അവസാനത്തെ അടവ് പുറത്തെടുക്കും. ലക്ഷ്യം ഒന്ന് മാത്രം, തന്റെ അടിമകൾ ആരും സത്യം തിരിച്ചറിയരുത്. അവർ വീറോടെ ശക്തമായി പിന്തുണച്ചില്ലെങ്കിൽ എല്ലാം അതോടെ തീർന്നു. ഈ ഫേസിലാണ് സ്വയം ദൈവമായി പ്രഖ്യാപിക്കുന്നത്. पहले जब तक माँ जिंदा थी मुझे लगता था कि शायद बायोलॉजिकली मुझे जन्म दिया गया है। माँ के जाने के बाद इन सारे अनुभवों को मैं जोड़ करके देखता हूँ तो मैं कन्विंस हो चुका हूँ कि परमात्मा ने मुझे भेजा। ये ऊर्जा बायोलॉजिकल शरीर से नहीं मिली है. കഴിഞ്ഞ ഘട്ടത്തിൽ മറ്റാളുകളെ കൊണ്ട് താൻ അവതാരമാണ്, ദൈവമാണ് എന്നൊക്കെ പറയിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഘട്ടത്തിൽ സ്വയം അത് പ്രഖ്യാപിക്കും. ഇതായിരുന്നു ഹിറ്റ്ലറുമായി ഉണ്ടായിരുന്ന ഏക വ്യത്യാസം. അത് ഉടനെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്പോൾ ഇതാ അതും സംഭവിച്ചിരിക്കുന്നു. താൻ ബയോളജിക്കലി ഉണ്ടായതല്ല, സ്ത്രീയിൽ നിന്ന് ഉണ്ടായതല്ല, ദൈവികമായി ഉണ്ടായതാണ്, ദൈവം തന്നെ എന്നുള്ള സ്വയം പ്രഖ്യാപനം. ഇത് കേട്ടിട്ട് ഈ അടിമകൾ കൈയടിക്കുന്നു. എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നതെന്നുള്ള ഒരു മറുചോദ്യവും ഉണ്ടാവില്ല. കാരണം ഈ പ്രഖ്യാപനം നടത്തുന്നത് ഇയാളുടെ ഭക്തരുടെ മുൻപിലാണ്. ഞങ്ങളുടെ നേതാവ് ലോകരക്ഷകനായി മാറിയിരിക്കുന്നു, പിന്നെ ബാക്കി കാര്യം ഭക്തർ നോക്കിക്കോളും. ലോകത്തിൽ ഇങ്ങനെ ഒരു അവതാരം ആദ്യമാണ്, ഇതല്ലാതെ മറ്റൊരാളില്ല. പക്ഷേ ഇതോടെ രാജ്യത്തിന്റെ അവസ്ഥ ഏറ്റവും ഭീകരമായി തീർന്നിരിക്കും. വിവേകമുള്ള യുവജനത മനം മടുത്ത് രാജ്യത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കും. അടിമകളുടെ ജീവിതം ഏറ്റവും ഭയാനകരമായ രീതിയിൽ ആയിരിക്കും. ഒന്നിനും നിവൃത്തിയില്ലാതെ, ഒന്നിനും കഴിവില്ലാതെ, ഒന്നിനും കൊള്ളാത്തവരായി അവർ മാറിയിരിക്കും. പക്ഷേ അത് അവർക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കുകയില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. ഹിറ്റ്ലറുടെ ചരിത്രവുമായി ഒരു വീഡിയോ ഉടനെ ഉണ്ടാവുന്നതാണ്. അത് കാണാൻ മറക്കല്ലേ.